ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചോദ്യം: ആരാണ് പ്രായശ്ചിത്ത കുദാശ അഥവാ കുമ്പസാരം സ്ഥാപിച്ചത്? ഉത്തരം: യുക്യാറ്റ് 227. യേശു തന്നെയാണ് പ്രായശ്ചിത്ത കുദാശ സ്ഥാപിച്ചത്. ഈസ്റ്റർ ദിനത്തിൽ അവിടുന്ന് തന്റെ അപ്പോസ്തലന്മാർക്ക് കാണപ്പെടുകയും, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. യോഹന്നാൻ 20-ാം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ എന്നിങ്ങനെ കൽപ്പിക്കുകയും ചെയ്തപ്പോൾ അത് സ്ഥാപിച്ചു. പ്രായശ്ചിത്ത കുദാശയിൽ എന്ത് സംഭവിക്കുന്നു എന്നത് ധൂർത്തപുത്രന്റെ ഉപമയിൽ യേശു വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. അതിലേറെ മനോഹരമായി മറ്റൊരിടത്തും വ്യക്തമാക്കിയിട്ടില്ല. നാം വഴിതെറ്റി അലയുന്നു, നാം നഷ്ടപ്പെടുന്നു, നമുക്ക് ചെറുത്തു നിൽക്കുവാൻ കഴിയുന്നില്ല. എന്നാലും നമ്മുടെ പിതാവ് വലിയ യാഥാർത്ഥത്തിൽ അനന്തമായ ആഗ്രഹത്തോടെ നമ്മെ കാത്തിരിക്കുന്നു. നാം തിരിച്ചു വരുമ്പോൾ നമ്മോട് ക്ഷമിക്കുന്നു, അവിടുന്ന് വീണ്ടും സ്വീകരിക്കുന്നു, പാപങ്ങൾ ക്ഷമിക്കുന്നു. യേശു തന്നെ അനേകം വ്യക്തികളുടെ പാപങ്ങൾ ക്ഷമിച്ചു. അത്ഭുത കൃത്യങ്ങൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതായി അതിനെ അവിടുന്ന് കരുതി. ദേവരാജ്യത്തിന്റെ ഉദയത്തിന്റെ മഹത്തായ അടയാളമായി അവിടുന്ന് അതിനെ പരിഗണിച്ചു. ദേവരാജ്യ ഉദയത്തിൽ എല്ലാ മുറിവുകളും സുഖപ്പെടും, കണ്ണുനീരും മുഴുവനും തുടച്ചു മാറ്റും. യേശു പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ പാപങ്ങൾ പുറത്തു. അവിടുന്ന് അധികാരം അപ്പോസ്തലന്മാർക്ക് നൽകി. നാം വൈദികരെ സമീപിച്ച് കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ തൃക്കരങ്ങളിലേക്ക് നാം വീഴുകയാണ് ചെയ്യുന്നത്.